വെറും 1 സെന്റിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതും 9 ലക്ഷം രൂപക്ക് നിർമ്മിച്ചതുമായ ഒരു ക്യാപ്സ്യൂൾ ഹൗസ് ആണ്. തേങ്ങ വീണാലെന്നല്ല, ആന കയറിയാലും പൊട്ടില്ല. ഈ ക്യാപ്സ്യൂൾ ഹൗസ് ഒക്കെ പുറം രാജ്യങ്ങളിൽ നിന്ന്, ചൈനയിൽ നിന്നൊക്കെ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ അത് നിർമ്മിച്ചിരിക്കുകയാണ് ഈ ഒരു ടീം. 9 ലക്ഷം രൂപയാണ്. ആ 9 ലക്ഷം രൂപ വരുന്നത് നമ്മൾ A to Z കാര്യങ്ങളാണ് ചെയ്യുന്നത്. ടേൺ കീ സൊല്യൂഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. അത് സ്മാർട്ട് സൊല്യൂഷനോട് കൂടി. ഇതിന്റെ ഒരു അകത്തേക്ക് വരുമ്പോ ഇത്രയും സ്പേസ് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ. ഇവിടെ നമ്മൾ പ്യൂരിഫയർ കൊടുത്തു, റെഫ്രിജറേറ്റർ കൊടുത്തു, അതേപോലെ എയർ കണ്ടീഷണർ ആണ്. ഇതൊക്കെ ഈ 9 ലക്ഷത്തിൽ വരുന്നുണ്ടോ? എല്ലാം ഇൻക്ലൂഡ് ആണ്. ഓക്കെ. നമ്മൾ അതിന് 10 വർഷത്തെ കണ്ടീഷൻ കൊടുക്കുന്നുണ്ട്. 10 വർഷം വാറന്റിന്റെ ടെൻഷൻ ഇല്ല. പിന്നെ ഈ ഒരു വീട് വേണമെങ്കിൽ എത്ര ഡ്യൂറേഷനിൽ നിങ്ങൾക്ക് അത് ചെയ്ത് കൊടുക്കാൻ പറ്റും? ഇത് 30 വർക്കിംഗ് ഡേയ്സ് ആണ്. 30, ഒരു മാസം. ഹായ് ഫ്രണ്ട്സ്, വീട് വെക്കാൻ സ്ഥലമില്ല, പണമില്ല, അല്ലെങ്കിൽ അത് വലിയ വീടാകുമോ, ഇങ്ങനെയുള്ളൊക്കെ ടെൻഷനുള്ള ഈ ഒരു കാലത്ത് വെറും 1 സെന്റിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതും വെറും 9 ലക്ഷം രൂപക്ക് നിർമ്മിച്ചതുമായ ഒരു ക്യാപ്സ്യൂൾ ഹൗസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. വീട് പണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലിക്കൽ. ചെറിയൊരു പ്ലോട്ടിൽ 1 സെന്റിന് താഴെ ക്യാപ്സ്യൂൾ കൾച്ചർ അഭിലാഷും സനീഷാണ് കൂടെ ഉള്ളത്. നമസ്കാരം. നമ്മുടെ ഒരുപാട് വ്യൂവേഴ്സ് അന്വേഷിക്കുന്നതാണ് ഒരു ചെറിയ പ്ലോട്ടിൽ നമുക്ക് താമസിക്കാൻ അല്ലെങ്കിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന വീടുകൾ കിട്ടുമെന്ന്. A-frame വീടുകൾ നമ്മൾ പരിചയപ്പെടുത്തി, അതുപോലെ കണ്ടെയ്നർ ഹോമുകൾ പരിചയപ്പെടുത്തി. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ക്യാപ്സ്യൂൾ ഹൗസ്. ഈ ക്യാപ്സ്യൂൾ ഹൗസ് ഒക്കെ പുറം രാജ്യങ്ങളിൽ നിന്ന്, ചൈനയിൽ നിന്നൊക്കെ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ അത് നിർമ്മിച്ചിരിക്കുകയാണ് ഈ ഒരു ടീം അല്ലെ, ക്യാപ്സ്യൂൾ കൾച്ചർ. അതാണ് ഇവരുടെ കമ്പനിയുടെ പേരും. ഇത് നിർമ്മിച്ചു കൊടുക്കാനൊക്കെ തുടങ്ങിയിരിക്കുകയാണ് അല്ലെ. എൻക്വയറി കുറെ വരുന്നുണ്ടാവും ഇഷ്ടം പോലെ. വീടായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് പെർമിഷൻ കിട്ടുമെന്നാണ് ആദ്യം തന്നെ ഒരാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കിട്ടും. പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നിവയിലുള്ള വീട് നമ്പർ കിട്ടും. പിന്നെ ഓഫീസായിട്ട് അല്ലെ ബിൽഡിംഗ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. നമുക്കുള്ള പവർ കണക്ഷനും KSEB നിന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ. ഇനിയിപ്പോ ഇതിനകത്ത് എന്തൊക്കെ ചെയ്തു നോക്കാം. എക്സ്റ്റീരിയറിന് അങ്ങ് തുടങ്ങാം അല്ലെ. ഈ ഒരു ഷേപ്പ്, ഇതൊരു പ്രത്യേക ഷേപ്പാണ് ക്യാപ്സ്യൂൾ. ഇതാണ് ക്യാപ്സ്യൂൾ. ഇതാണ് നമ്മളുടെ തീം. ക്യാപ്സ്യൂളിന്റെ രൂപത്തില് നമ്മുടെ നാട്ടില് മിക്കവാറും കാണുന്ന A-frame വളരെ കോമൺ ആയി. നമ്മളുടേതായ രീതിയിൽ പുതിയൊരു ഷേപ്പ് കൊണ്ടുവരാം. ഈ ഷേപ്പ് വേറെ പലരും ചെയ്യുന്നുണ്ട്. അതെ. പക്ഷെങ്കിൽ നമ്മളേതായ രീതിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഒരു ഷേപ്പിന്റെ പ്രത്യേകതക്ക് അപ്പുറം വൈറ്റ് ബോർഡർ ആണ്. അതിനകത്ത് ഒരു വുഡൻ ഷെയ്ഡ് കൊണ്ടുവന്നു, ബ്ലാക്ക് ബോർഡറിൽ ഗ്ലാസുകൾ പ്ലേസ് ചെയ്തു, സ്റ്റെപ്പ് ഇതൊക്കെ ചെയ്തു. പക്ഷെ ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കിയെന്ന് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് എന്താണ് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ്? ഇതിന്റെ സ്ട്രക്ചർ നിർമ്മിച്ചിരിക്കുന്നത് GI-GP ഷീറ്റും പൈപ്സും വെച്ചിരിക്കുകയാണ്. അതിന്റെ മുകളിൽ വണ്ടികളിൽ സാധാരണ ചെയ്യുന്ന പോലെ പൊട്ടിയിട്ടിട്ട് സ്പ്രേ പെയിന്റ് ചെയ്യുകയാണ്. അതാണ് ഈ വൈറ്റ് കളറിൽ നമ്മൾ കാണുന്നത് അല്ലെ. ഈ കർവ് ചെയ്തെടുത്തു അല്ലെ. കർവ് ചെയ്തെടുത്തു. അതാണ് അതിന്റെ ഒരു സ്റ്റൈല്. ഇത് സ്റ്റെപ്പുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്കൊക്കെ അറിയേണ്ടത് ഇതിനകത്ത് ഈ ഒരു ഗ്ലാസ് പോർഷൻ അല്ലെ, ഇത് സെക്യൂരിറ്റി ഉണ്ടാവുമോന്നാ. ഇടിച്ചു പൊടിക്കാൻ പറ്റുമോ? കള്ളന്മാർക്ക് ഇടിച്ചു പൊടിക്കാൻ പറ്റുമോ? ഇടിച്ചു പൊടിക്കാൻ പറ്റത്തില്ല. ഇത് 10 mm ടഫൻ ഗ്ലാസ് വരുന്നത്. ഓക്കെ, ടഫൻ തന്നെയാണ്, 10 mm ആണ്. ഓക്കെ, ബോർഡർ എല്ലാം മെറ്റലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. GP-യിൽ ചെയ്തിരിക്കുന്നത്. ഒരു അട്രാക്ഷന് വേണ്ടിയിട്ട് ലൈറ്റും അതുപോലെ ഈ ഒരു വുഡൻ ഷെയ്ഡും കൊടുത്തു അല്ലെ. അതെ, ഇതിന്റെ കൂടെ ഇതിന് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്, സീൽ ചെയ്തിട്ടുണ്ട്. വെള്ളമോ കാര്യങ്ങളോ വലിയ കാലാവസ്ഥയിലും. അതെ, ഞാൻ അടുത്ത് ചോദിക്കാതിരിക്കുക. നമ്മൾ കേരളത്തിനാണുള്ളത്. ഇതിനകത്ത് മഴ പ്രശ്നം ഉണ്ടോ, അതുപോലെ വെയിൽ പ്രശ്നം ഉണ്ടോ എന്നൊക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് വെയിലിന്റെ പ്രശ്നം ചോദിക്കേണ്ടതില്ല, നമ്മൾ എയർ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്. എയർ കണ്ടീഷൻ ചെയ്തിട്ട് കൂടാതെ കേർട്ടനും വരുന്നുണ്ട്. ഓക്കെ. ഇനിയിപ്പോ ഈ കാണുന്ന ഏരിയയില് വെള്ളം ചെറിയൊരു ഷെയ്ഡ് ഉണ്ട്, എന്നാലും ഇതിലൂടെ വെള്ളം ഇറങ്ങി പോവോ? ഇല്ല, അതിലൂടെ സീൽ ചെയ്തിട്ടുണ്ട് അല്ലെ. ആ ടെൻഷൻ ഇല്ല. ടൈൽ അപ്പോക്സിയും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് ചെയ്യുമ്പോൾ ഇതിന്റെ കോസ്റ്റ് ആണ് അടുത്ത ചോദ്യം. ഇത്ര ചെയ്യുമ്പോൾ വലിയ എമൗണ്ട് ആവുമെന്നാ. ഞാൻ നേരത്തെ പറഞ്ഞു 10-നുള്ളിലേ വരുന്നുള്ളൂ. 9 ലക്ഷം രൂപയാണ്. ആ 9 ലക്ഷം രൂപ വരുന്നത് നമ്മൾ A to Z കാര്യങ്ങളാണ് ചെയ്യുന്നത്. ടേൺ കീ സൊല്യൂഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. അത് സ്മാർട്ട് സൊല്യൂഷനോട് കൂടി. ഈ കേർട്ടൻ, CCTV അല്ലെങ്കിൽ ഉള്ളിൽ കാണുന്ന കാര്യങ്ങളൊക്കെ
അതായത് AC പോലത്തെ കാര്യങ്ങൾക്ക് വൈഫൈ കണക്റ്റഡ് ആയിരിക്കും, ഫോണിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ കാണുന്ന പോർട്ട് പോലെ അത്യാവശ്യം വൃത്തിയാക്കിയിട്ട് പുറത്ത് കാണുന്ന പ്ലാന്റ്സ് വരെ ഇതുവരെ സെറ്റ് ചെയ്ത് കൊടുക്കും. ആ ഒരു പൈസ ഈ സ്ട്രക്ചർ കൊണ്ട് ഞാൻ ഇട്ട് തരികയല്ല ചെയ്യുന്നത്, ആ ഏരിയ, അതായത് ഇവർക്ക് അവരുടെ കമ്പനിയുടെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ അതൊരു വൃത്തിയും മെനയിലും കാണണം എന്നാണ് അല്ലേ. ഇങ്ങനെ കൊടുക്കുമ്പോ ഇത് പെട്ടെന്ന് കംപ്ലൈന്റ് ആയി പോകുന്നുള്ള ടെൻഷനോ? വാറണ്ടി കൊടുക്കാൻ പറ്റും? നമ്മൾ അതിന് 10 വർഷത്തെ കണ്ടീഷൻ കൊടുക്കുന്നുണ്ട്. 10 വർഷം വാറണ്ടി ടെൻഷൻ ഇല്ല. പക്ഷെ നിങ്ങൾ അത് 3 വർഷം കൂടുമ്പോ മെയിൻ്റെനൻസ് ചെയ്യണം. അതാണ് നമ്മളെ കണ്ടീഷൻ. 3 വർഷം കൂടുമ്പോൾ നമ്മളെ വീടൊക്കെ നോക്കുന്ന പോലെ ഒന്ന് പെയിന്റ് ചെയ്യണം. തുരുമ്പ് പിടിക്കുന്നതിനാണ് ഓക്കെ. അതായത് ഈ കാണുന്ന ഷേപ്പിന്റെ പുറമെ വരുന്ന ഭാഗം മെറ്റലാണ്, അതിനെ നിങ്ങൾ പെയിന്റ് ചെയ്തിരിക്കുകയാണ്. എന്ത് തരം പെയിന്റിംഗ് യൂസ് ചെയ്തിരിക്കുന്നത്? വണ്ടിക്കൊക്കെ ഉപയോഗിക്കുന്ന PU പെയിന്റ്, PU പ്രൈമർ ശേഷം PU പെയിന്റ് കോട്ട് ചെയ്തേക്കാം. ഓക്കെ. ഇനിയിപ്പോ ഇതിന്റെ മേലെ കയറി കഴിഞ്ഞാൽ ഇത് തേങ്ങ ഒക്കെ വീയോ എന്നുള്ളൊരു ടെൻഷൻ ആൾക്കാർക്ക് ഉണ്ടാവും. നിക്കാം, ഒരു പ്രശ്നമില്ല. ഈ ഒരു ക്യാപ്സ്യൂളിന് ഉറപ്പുണ്ടോന്നാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് മേലെ തന്നെ കയറിയിരിക്കുകയാണ്. ഇതിനകത്ത് ഇങ്ങനെ നിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. നിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. നമുക്ക് ഓടാ ചാടാ എന്ത് വേണമെങ്കിൽ ചാടാം. ഒന്ന് ചാടി നോക്കട്ടെ. പൊളിഞ്ഞു വീയോ? ഇല്ല. എല്ലാവർക്കും ചാടാം. റെഡി? ചാടിക്കോ. ഒരു ടെൻഷനും കൂടാതെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. കാരണം അത്രയും ബലത്തിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല വാട്ടർ ടാങ്ക് മേലെ വരുന്നത്. എത്ര ലിറ്ററാ? 200 ലിറ്റർ. അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റപ്പില്ലേ. എവിടെയും ഇത് പ്ലേസ് ചെയ്യാം. തേങ്ങ വീണാലെന്നല്ല, ആന കയറിയാലും പൊട്ടില്ല. ഇനിയിപ്പോ അകത്തുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പൊ ആൾക്കാർ ചോദിച്ചോണ്ടിരിക്കും, ഇതിന്റെ അകത്ത് എന്തെല്ലാം ഫീച്ചേഴ്സ്. നേരെ കയറുമ്പോ ഈ ഡോർ എന്ത് തരം ഡോറാണ്? ലോക്ക് കാര്യങ്ങളൊക്കെ GP ഫ്രെയിമിൽ തന്നെ നമ്മൾ സ്മാർട്ട് ലോക്കാണ് കൊടുക്കുന്നത്. ഇത് ഡിജിറ്റൽ ലോക്കാണ്, ഗോദ്രേജിന്റെ ആണ് വരുന്നത് അല്ലേ? അതായത് നമുക്ക് ഇഷ്ടമുള്ള കസ്റ്റമർക്ക് ഇഷ്ടമുള്ള പിൻ നമ്പർ കൊടുത്തിട്ട് ഇഷ്ടമുള്ള ആൾക്ക് നമ്മളില്ലെങ്കിലും അവർക്ക് ഗസ്റ്റ് പോലെ വന്നിട്ട് നിൽക്കാൻ പറ്റും. ഓക്കെ. നേരെ ഡോർ തുറന്നങ്ങ് നമുക്ക് അകത്തേക്ക് കയറാം. പുറത്തേക്കാണ് ഓപ്പണിംഗ് വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യാപ്സ്യൂൾ ഹോം ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിന്റെ ഒരു അകത്തേക്ക് വരുമ്പോ ഇത്രയും സ്പേസ് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ? അത്യാവശ്യം എത്ര സ്ക്വയർ ഫീറ്റാ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. 140 സ്ക്വയർ ഫീറ്റാ വരുന്നത്. 140. ഓക്കെ. നമ്മൾ ഈ 9 ലക്ഷം രൂപക്ക് ചെയ്ത് കൊടുക്കുന്ന ഈ 140 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും. ഓക്കെ. ഇത് നമ്മളുള്ളത് കിച്ചണിലാണ്. കിച്ചൺ ഏരിയ ജസ്റ്റ് ഒന്ന് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. കിച്ചണിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു എൽ ഷേപ്പ് കൗണ്ടർ ഉണ്ട്. ടൈല് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം ബ്രാൻഡിലാണ് ചെയ്തിരിക്കുന്നത്. ലാമിറ്റ് ബ്രാൻഡിലാണ്. അതുപോലെ ഇതിനകത്ത് ചിമ്മിനി, അതുപോലെ തന്നെ സ്റ്റോവ് അല്ലെ, ഹുബ് ആൻഡ് ഹുഡ് കൊടുത്തിട്ടുണ്ട്. ഫാബർ ആണ് യൂസ് ചെയ്ത്. അതുപോലെ അപ്പർ ക്യാബിനറ്റ്സ് കൊടുത്തിട്ടുണ്ട്. മാക്സിമം കിച്ചൺ സ്റ്റോറേജ് ഇതിനകത്ത് കിട്ടും അല്ലെ? അതെ, മാക്സിമം നമ്മൾ പരമാവധി മിനിമം സ്പേസിൽ മാക്സിമം ലിവിംഗ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ. സിങ്കും ടാപ്പും അവിടെ തന്നെ വന്നിട്ടുണ്ട്. അതേപോലെ ലോവർ യൂണിറ്റുകളിൽ ഒരു ഗ്രീൻ കളറിലെ നമ്മൾ PVC ബോർഡ് യൂസ് ചെയ്തു. PVC ലാമിനേറ്റ് ചെയ്തതാണ്. 0.7 ആണ് തിക്നെസ് വരുന്നത്. ഓക്കെ. അത്യാവശ്യം വേണ്ട ആക്സസറീസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ടതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അതുപോലെ ഈ ടൈലുകളുടെ കാര്യം എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ഇവിടുത്തെ കളർ തീം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരു യെല്ലോ ഷെയ്ഡ് വന്നപ്പോൾ യെല്ലോ നമുക്ക് ഹ്യൂമന്റെ ഒരു സ്മൈലി തീം വരുത്തിക്കേണ്ടിട്ട് അതെ യെല്ലോയിഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിന്റെ വൈറ്റ്, അതുപോലെ അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലൂടെ ഇവിടെ വാഷ് ബേസിന്റെ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഈ ഒരു മിററും കൂടെ വന്നപ്പോ ഈ ഒരു ഏരിയ അടിപൊളിയായി. സിമ്പിൾ ആയിട്ടുള്ള ഒരു മിറർ കൊടുത്തു, മാച്ചിങ് ആയിട്ടുള്ള ഒരു വാഷ് ബേസിൻ. ഓക്കെ. നമ്മളിത് കാണിക്കുമ്പോൾ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പ്യൂരിഫയർ കൊടുത്തു, റെഫ്രിജറേറ്റർ കൊടുത്തു, അതുപോലെ എയർ കണ്ടീഷണർ ആണ്. ഇതൊക്കെ ഈ 9 ലക്ഷത്തിൽ വരുന്നുണ്ടോ? എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ. ഈ കാണുന്ന ഇന്റീരിയറും എക്സ്റ്റീരിയറിനും കൂടെ മൊത്തത്തിലുള്ള റേറ്റ് ആണ് 9 ലക്ഷം എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത് ജിപ്സം ബോർഡ് കൊണ്ടാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത്. സാധാരണ വീട്ടിൽ ചെയ്യുന്ന ജിപ്സം ബോർഡാണ് ചെയ്തിരിക്കുന്നത്. ജിപ്സം ബോർഡാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്ത് ടോയ്ലറ്റ് വരുന്നില്ലേ? ടോയ്ലറ്റ് ഉണ്ട്. ഇതാണ് നമ്മൾ ടോയ്ലറ്റ് വരുന്നുണ്ട്. ഡോർ വരുന്നത് തന്നെ ഫോൾഡബിൾ ആണ്. ഫോൾഡബിൾ ആണ് അല്ലെ? മാക്സിമം സ്പേസ് ലാഭിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അവിടെയും ടൈലുകൾ മാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടോയ്ലറ്റ് ആണ് വരുന്നത്. ഓക്കെ. ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യം ഉണ്ട് ഇതിനകത്ത്. ഇപ്പൊ ടോയ്ലറ്റ് ഇതിനകത്ത് കാണിക്കുമ്പോൾ നമ്മളൊരു ക്യാപ്സ്യൂൾ ഹോം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇതിന്റെ സെപ്റ്റിക് ടാങ്കുകൾ എന്ത് ചെയ്യും? സാധാരണ വീട്ടുകളിൽ ചെയ്യുന്ന പോലെ തന്നെ സെപ്റ്റിക് ടാങ്ക് പുറത്ത് കൊടുത്തിരിക്കുന്നത് ഈ പെർട്ടിക്കുലർ മോഡലിൽ കൊടുത്തിരിക്കുന്നത് 10 ഫ്ലഷ് ആണ്. അത് കൊടുത്തിരിക്കുന്നത് മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള ഒരു അളവുണ്ട്. വീട്ടിൽ നിന്ന് ഇത്ര ദൂരം അല്ലെങ്കിൽ അടുത്തുള്ള കിണറിൽ നിന്ന് ഇത്ര ദൂരം, അത് നിയമപ്രകാരമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അതായത് നമ്മൾ 1 സെന്റിലോ 2 സെന്റിലോ ഇത് വെക്കുമ്പോൾ ഈ ഒരു പ്രൊവിഷൻ നമ്മൾ പരിഗണിക്കണം അല്ലെ? അതിനുള്ള ദൂരം കാര്യങ്ങളൊക്കെ 2 സെന്റ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാ നിയമപ്രകാരവും പേപ്പറും
വീട് നമ്പറും കിട്ടുന്ന രീതിയിൽ നമുക്ക് 2 സെന്റിൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്തുള്ള ഈ വോളിലൊക്കെ കാണുന്ന പാനലിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ PVC ബോർഡ് തന്നെയാണ്? PVC ബോർഡിൽ സെയിം കിച്ചണിൽ ഉപയോഗിക്കുന്നതാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നനഞ്ഞാലൊന്നും പ്രശ്നമില്ല. പ്രശ്നമില്ല. ഇനി ഇത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നത്, ഇവര് ടേബിൾ അല്ലേ, ഒരു കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് ആവശ്യമുള്ള ഒരു പ്ലഗും സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അയൺ ചെയ്യുക, ഫുഡ് കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാം. ഓ, ഇതൊരു ബെഡ്റൂം ആണോ? നമ്മൾ എത്തിയിരിക്കുന്ന ഒരു ബെഡ്റൂമിലാണ് കേട്ടോ. ഈ ഒരു ചെറിയ സ്പേസിലും അടിപൊളി ബെഡ്റൂം. ഇത് എത്ര സൈസ് കൊടുത്തിട്ടുള്ളത്? സൈസ് 6'5" ആണ് വരുന്നത്. 6'5" ആണ് വരുന്നത്. സ്റ്റാൻഡേർഡ് സൈസ് ആണ് സെറ്റ് ചെയ്ത്. ഹെഡ് ബോൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ സിറ്റിങ്ങും കൊടുത്തു. ഈ ഒരു ഏരിയ ഫുള്ള് എയർ കണ്ടീഷണർ ആണ് കേട്ടോ. ഒരു ചൂടുണ്ടാവോ ഇത് ഉണ്ടാക്കുമ്പോൾ എന്നല്ലേ നിങ്ങളെ ചോദ്യം. ഇതിനകത്ത് ചൂട് വരെയില്ല, കാരണം അത്രയ്ക്ക് എയർ കണ്ടീഷണർ ആണ് ഈ ഒരു ഏരിയ വരുന്നത്. അപ്പോൾ ഏത് വെയിലത്തും നിങ്ങൾക്ക് ടെൻഷൻ കൂടാതെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഒരാൾ ചോദിച്ചുകൊണ്ടിരിക്കുക, അതിനകത്ത് AC ഇതിനകത്ത് വരുമോ? ഈ കോസ്റ്റിൽ AC ഇൻക്ലൂഡ് ആണ്. AC ഇൻക്ലൂഡ് ആണ്. നമ്മൾ ഇതിനകത്ത് പറയുന്ന എല്ലാം നിങ്ങൾ ഒരു പർട്ടിക്കുലർ ബ്രാൻഡുകളിലാണല്ലോ ചെയ്യുക. ഇപ്പൊ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് LG അല്ലെങ്കിൽ സാംസങ് എന്ന ബ്രാൻഡ് ഉപയോഗിച്ചാണ് ചെയ്യാൻ. സാംസങ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ കസ്റ്റമൈസേഷൻ അതൊന്നും അടുത്ത ചോദ്യമാണ്. ഒരാൾക്ക് പോയി LG വേണ്ട, എനിക്ക് കുറച്ച് ഇറ്റാച്ചി പ്രൊഡക്റ്റ് വേണം, അങ്ങനെയാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ നമ്മൾ നാട്ടിൽ കിട്ടുന്ന ഏത് ബ്രാൻഡ് ചെയ്തു കൊടുക്കും. അതിപ്പോ ഈവൻ ടൈലാണെങ്കിലും നാട്ടിൽ കിട്ടുന്ന, കേരളത്തിൽ കിട്ടുന്ന ബ്രാൻഡ് ആണെങ്കിലും നമ്മൾ ചെയ്യാൻ റെഡിയാണ്. ഓക്കെ, ഇപ്പൊ ഫ്ലോറിംഗ് കണ്ടപ്പോൾ അടിപൊളിയായിട്ട് തോന്നി. ഇത് വുഡൻ പ്ലങ്സ് പോലെയുള്ള ടൈലുകളാണ് യൂസ് ചെയ്തത് അല്ലേ? സാധാരണ വലിയ 6'4" ടൈല് മുറിച്ചിട്ട് ചെറുതാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ ഇതേ സൈസിൽ മാർക്കറ്റിൽ ലഭ്യമാണ് കേട്ടോ. പിന്നെ ആൾക്കാർക്ക് ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻ, ഇത് കെർവ് ചെയ്തെടുത്തിരിക്കുകയാണല്ലോ. പുറമേ ഒക്കെ മെറ്റൽ കൊണ്ട് കെർവ് ചെയ്യാം, അകത്ത് എങ്ങനെയാണ് നിങ്ങൾ കെർവ് ചെയ്തത്? നമ്മൾ GP പൈപ്പ് മെഷീനിൽ ബെൻഡ് ചെയ്ത് കൊണ്ടുവന്ന് ചെയ്തിരിക്കുകയാണ്. അതിനനുസരിച്ച് തന്നെ ഇന്റീരിയലും ബെൻഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, പവർ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. കറണ്ട് പോയാലും പ്രശ്നമൊന്നുമില്ല. അതിനകത്തുള്ള സ്റ്റോറേജ് ടൈം അത് ഇൻക്ലൂഡ് അല്ല, അത് കസ്റ്റമർ വാങ്ങിച്ചു വെക്കാം കേട്ടോ. അത് എടുത്ത് പറയണ കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ എന്തോ ഞാൻ കണ്ടു, ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടോ എന്ന് സംശയം അല്ലേ? ഓക്കെ, ഇതിനകത്ത് നമുക്ക് മാക്സിമം സ്റ്റോറേജ് കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ ഒരു ഫാമിലിക്ക് നിൽക്കണമെങ്കിൽ കുറച്ച് സ്റ്റോറേജും വേണമല്ലോ. ആ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരിക. ഈ കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു തരണം. ഇദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടേണ്ടിയിരിക്കുന്നു. എവിടെയായിരുന്നു ഇത്രയും കാലം? ഞാൻ UK ബേസ്ഡ് ആയിരുന്നു. ഗ്രാൻഡ് കെയ്മൻ എന്ന് പറഞ്ഞ ഐലൻഡിലായിരുന്നു. 15 വർഷത്തോളം പുറത്ത് പണിയെടുത്തിട്ട് അപ്പോ 1 വർഷമായിട്ട് ഞാൻ നാട്ടിലാണ് ഉള്ളത്. അങ്ങനെയാണ് ഈ ഒരു പുതിയ സംരംഭം ഞാനും എന്റെ പാർട്ട്ണർ അഭിലാഷും കൂടി തുടങ്ങി. ഓക്കെ, അഭിലാഷ് ഇത് വേറെ ലെവലായിരുന്നു കേട്ടോ. കാരണം കുറെ രാജ്യങ്ങളിൽ പോയ ആൾക്കാർക്ക് കുറച്ചുകൂടി ഐഡിയകൾ ഉണ്ടാവും. അതുപോലെ അതിനെക്കുറിച്ച് നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് നിങ്ങൾ ഇത് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പൊ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, ഇത് നമ്മുടെ നാട്ടിൽ പോസിബിൾ ആണോ എന്നുള്ളതാണ് ആൾക്കാർ ചിന്തിക്കുക. അപ്പൊ എ ഫ്രെയിമിനെ കുറിച്ച് അങ്ങനെ കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ ചുരുക്കി അത് എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇനിയിപ്പോ ഇതാണ് ക്യാപ്സ്യൂൾ ഹൗസ് വന്നപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ പോസിബിൾ ആണെന്ന് തെളിയിച്ചു നിങ്ങള്. ഇപ്പൊ ഇതുപോലൊരു വീട് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്യാപ്സ്യൂൾ ഹൗസ് ഉണ്ടാക്കുമ്പോൾ ആൾക്കാർക്ക് ഇത് നമ്മൾ എത്ര കാലം ഇത് നിലനിൽക്കും എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവും അല്ലേ? ഇത് നിങ്ങൾ എത്രയാണ് ലൈഫ് പീരീഡ് പറയുന്നത്? നമ്മൾ സാധാരണ GP മെറ്റീരിയൽസിൽ ഉപയോഗിക്കുന്ന വണ്ടികൾ, ടാറ്റയുടെയോ അല്ലെങ്കിൽ ഒരു വീട്ടിലെ ഗേറ്റോ ഉപയോഗിക്കുന്നത് പോലെ 10-60 വർഷം പോകും. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഒരു കമ്പനി എന്ന രീതിയിൽ 10 വർഷത്തെ വാറണ്ടിയാണ് കൊടുക്കുന്നത്. ഓക്കെ, 10 വർഷം വാറണ്ടിയിലാണ് ഇത് നിർമ്മിക്കുന്നത്. അപ്പോൾ ടെൻഷൻ കൂടാതെ ഇത് വാങ്ങാൻ പറ്റും. ഇപ്പോൾ ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്നുണ്ടാവും, എനിക്ക് വീട് ഉണ്ടാക്കുന്നതിന് പകരം ഇത് ഉണ്ടാക്കിയല്ലേ ലാഭം എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അയാൾക്ക് വീട് ഉണ്ടാക്കാൻ എന്തെങ്കിലും ഒരു 10-15 ലക്ഷം രൂപ ചെറിയൊരു വീടിന് എന്തായാലും നമ്മുടെ നാട്ടിൽ കാണണം. ഇതാകുമ്പോൾ നമുക്ക് 9 ലക്ഷത്തിനുള്ളിലാണ്. സ്ഥിരമായിട്ട് ഒരു സാധാരണക്കാരന് ഇത് വീടായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവില്ല. അതിലുപരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗസ്റ്റ് ഹൗസോ അല്ലെങ്കിൽ ഒരു വിസിറ്റിംഗ് സെന്ററോ ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മിനിമൽ സ്പേസ് ആണ്. അപ്പോൾ വീടാകുമ്പോൾ അതിൻ്റെതായ ഒരു വലിയ രീതിയിൽ കിട്ടും. ഇതാകുമ്പോൾ ഒരു മിനിമൽ ആണ്, നമുക്ക് എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്ന ഒരു രീതിയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അഭിലാഷേ, ഇതിപ്പോ റോഡ് സൈഡിലാണ് ആൾക്കാരിങ്ങനെ കാണുന്നു. അപ്പോൾ ഇതെടുത്ത് കൊണ്ടുപോയി മറ്റേ സ്ഥലത്ത് വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറില്ല ആൾക്കാരെ? പറ്റുമോ? അങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ലൊക്കേഷനിൽ പോയി ഫാബ്രിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ്. ട്രാൻസ്പോർട്ട് ചെയ്യാന്നുള്ളത് ഒരു വലിയ ടാസ്ക്കാണ്. വണ്ടിയിൽ കൊണ്ടുപോവുക, അവിടെ കൊണ്ടുപോയി വെക്കുക എന്നുള്ളത് വലിയൊരു എക്സ്പെൻസീവ് പരിപാടിയാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ അവിടെ സൈറ്റിൽ പോയി ഫാബ്രിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, ഇങ്ങനെയൊക്കെ വീട് നിർമ്മിക്കുമ്പോൾ ആൾക്കാർ ബീച്ച് സൈഡിൽ ഉപയോഗിക്കുമ്പോൾ തുരുമ്പ് പിടിച്ചു പോകില്ല എന്നുള്ള ടെൻഷൻ ഉണ്ടാവും. നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഒരിക്കലും തുരുമ്പ് പിടിക്കില്ല എന്ന് പറയുന്നില്ല. പക്ഷെ സാധാരണ നമ്മൾ കൊടുക്കുന്ന വാറണ്ടിയിൽ നിന്ന് ബീച്ച് സൈഡിലാണെങ്കിൽ 5 വർഷം മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതും കണ്ടീഷനിലാണ്. എല്ലാ വർഷവും
പെയിന്റ് ചെയ്യണം. റീപെയിന്റ് ചെയ്യണം. അല്ലെങ്കിൽ എങ്ങനെയാലും എന്ത് സാധനവും ബീച്ചിന്റെ സൈഡിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ തുരുമ്പ് പിടിക്കും. ഇതുപോലുള്ള വീടുകൾ നിർമ്മിക്കേണ്ട നേരത്തെ പറഞ്ഞ പോലെ ഔട്ട്ഹൗസ് പർപ്പസിന് അങ്ങനെയൊക്കെയാണ്. സ്ഥിരമായിട്ട് ഒരു സാധാരണക്കാരൻ ഞാൻ ഒരു കുട്ടി വെച്ച് ഒരു 9 ലക്ഷം ഉണ്ട് എനിക്ക് ഒരു വീട് ഉണ്ടാക്കുക അങ്ങനെയുള്ള ഒരാൾക്കുള്ളതല്ല ഇത് അല്ലേ? ആക്ച്വലി എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാത്രി ഒന്ന് വിളിച്ച് ശല്യപ്പെടുത്തരുത് അല്ലേ? അത് റിക്വസ്റ്റ് ആണ്. രാവിലെ 9 മണി മുതൽ 5 മണി വരെ നിങ്ങൾക്ക് വിളിച്ചിട്ട് ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാം. വീഡിയോ ഫുള്ള് കാണാതെ കയറി അങ്ങ് വിളിക്കല്ലേ കേട്ടോ. അത് പറയുകയാണ് അതിന്റെ കൂടെ. പിന്നെ ഈ ഒരു വീട് വേണമെങ്കിൽ എത്ര ഡ്യൂറേഷനിൽ നിങ്ങൾക്ക് അത് ചെയ്തു കൊടുക്കാൻ പറ്റും? ഇത് 30 വർക്കിംഗ് ഡേയ്സ് ആണ്. 30 ഒരു മാസത്തിനകം നിങ്ങൾക്ക് ഇത് സെറ്റ് ആക്കി തരും. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ, ഇപ്പൊ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ചൈനയിൽ നിന്ന് കുറെ ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ ഇത് ചൈനീസ് ആണോ എന്ന് ചോദിച്ചോണ്ടിരിക്കുക. ഇതിനകത്ത് ഉപയോഗിച്ച മെറ്റീരിയൽ ഒക്കെ ഇമ്പോർട്ടഡ് ആണോ അതോ എന്താണ് ഉപയോഗിച്ചത്? ഇത് നമ്മൾ വലിയൊരു ആഗ്രഹമാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഫോർ ഇന്ത്യൻസ്. ഒരു സാധനം ഇമ്പോർട്ടഡ് ആയിട്ടില്ല. ഓക്കെ, ഇതാണ് മെയ്ഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയുടെ പ്രോഡക്റ്റ്, ഇന്ത്യയിൽ നിന്നുള്ള പ്രോഡക്റ്റുകൾ മാത്രം ഉപയോഗിച്ച ക്യാപ്സ്യൂൾ ഹൗസ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. രണ്ടുപേരും നല്ലൊരു അറ്റംപ്റ്റ് ആണ് നടത്തിയിരിക്കുന്നത്. നല്ല രീതിയിൽ വിജയിച്ചു. നമ്മുടെ നാട്ടിന്റെ ആൾക്കാർക്ക് ആവശ്യമുള്ള സാധനം. അല്ലെങ്കിൽ നിങ്ങൾ പറ കമന്റിൽ പോസിറ്റീവായിട്ടുള്ള കമന്റുകൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.